ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം നമ്മുടെ 2024 അവസാനിക്കുകയാണ്. 2025 തുടങ്ങാൻ വേണ്ടി പോവാണ്. അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ 2024 പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിവ്യൂവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമുക്കൊരു ക്ലൻസറിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു ഫേസ് വാഷാണ്, പോൺസിൻ്റെ ബ്രൈറ്റ് ബ്യൂട്ടി ഫേസ് വാഷാണ്. ഓൾറെഡി ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് കഴിയാറായിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ളൊരു ഫേസ് വാഷാണ്. നമുക്ക് ഫേസിൽ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് ഒക്കെ തരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. ഇതിന് റേറ്റ് വരുന്നത് 98 റുപ്പീസാണ്. യൂസ് ചെയ്തതിൽ അത്യാവശ്യം എനിക്ക് നന്നായിട്ട് തോന്നിയൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു പോൺസിൻ്റെ ഫേസ് വാഷ്. അടുത്തത് നമുക്കൊരു ടോണർ നോക്കിയാലോ. ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ദാവ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ടോണറാണ്. റോസ് വാട്ടർ ടോണറാണ്. 2024 പർച്ചേസ് ചെയ്ത് എനിക്ക് അബദ്ധം പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പാരബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു ടോണറായിരുന്നു. അത് ഞാൻ നോക്കാതെയാണ് വാങ്ങിയത്. എനിക്ക് ഹാഫ് പ്രൈസിനാണ് ഇത് കിട്ടിയത്. 120 രൂപയുടെ പ്രൊഡക്റ്റ് 60 രൂപയ്ക്കാണ് എനിക്കിത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടിയത്. പക്ഷേ വീട്ടിൽ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാണ് എനിക്ക് ഇത് പാരബൺ കണ്ടെയ്നിങ് ആണെന്ന് മനസ്സിലായത്. അങ്ങനെ 2024 ഞാൻ കാശ് മുടക്കി വാങ്ങിയിട്ട് വെറുതെ ഇരിക്കുന്നൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സിലറിൻ്റെ ഐ ഷാഡോ പാലറ്റാണ്. ഫ്ലിപ്കാർട്ടിൽ ഇത് ഓഫർ ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. 100നും 150 രൂപയ്ക്കും ഇടയ്ക്കായിരുന്നു ഈ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കളേഴ്സൊക്കെയാണ് ഇതിൽ വരുന്നത്. അടുത്ത നമുക്കൊരു മോയ്സ്ചറൈസർ നോക്കാം. ഈ ഒരു പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നുള്ളവർക്ക് അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ് ഈ ഒരു പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഇത് നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. നമുക്ക് നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയിൽ വരുന്ന ഓയിൽ പ്രൊഡക്ഷൻ എന്നിട്ട് കൺട്രോൾ ചെയ്യുന്നൊരു മോയ്സ്ചറൈസർ കൂടിയാണ്. 2024 നേരത്തെ തന്നെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. വീണ്ടും റീപർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നമ്മുടെ ഈ ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. അടുത്തതും ഒരു മോയ്സ്ചറൈസർ തന്നെയാണ്. ഈ ഒരു അലോവേര ജെല്ലാണ് ഞാൻ വാങ്ങിയിട്ടുള്ള നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് റീസെൻ്റ് ആയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇത്രേ ആയിട്ടേ ഉള്ളൂ. ഓയിലി സ്കിന്നുള്ളവർക്ക് എപ്പോഴും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് കുറച്ചുകൂടെ നല്ലത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മോയ്സ്ചറൈസർ ഞാനൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയത്. നേരത്തെ ഞാൻ അലോവേര ജെൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസർ വന്നപ്പോൾ പിന്നീട് ഇതാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത്. ഇത്തവണ വീണ്ടും ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് അലോവേര ജെൽ ഒന്ന് വാങ്ങി നോക്കിയതാണ്. ഓയിൽ പ്രൊഡക്ഷനെ അത്യാവശ്യം കൺട്രോൾ ചെയ്യുന്നുണ്ട് ഈ ഒരു അലോവേര ജെൽ എന്ന് പറയുന്നത്. പക്ഷേ നമുക്കൊരു ഫേസിൽ ഒരു മോയ്സ്ചറൈസറൊക്കെ ഇട്ട ആ ഒരു ഫീലൊന്നും എനിക്കങ്ങനെ തോന്നിയില്ല ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ്. ഞാനൊരു 2024 സ്റ്റാർട്ടിങ്ങിൽ ഒരു എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു മേക്കപ്പ് ഫിക്സർ എന്ന് പറയുന്നത്. ഇൻസൈറ്റിൻ്റെ മേക്കപ്പ് ഫിക്സറാണ്. നമ്മുടെ മേക്കപ്പിനെയൊക്കെ നന്നായിട്ട് ഹോൾഡ് ചെയ്തൊക്കെ വെക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഇൻസൈറ്റിൻ്റെ മേക്കപ്പ് ഫിക്സർ. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ലാക്മേയുടെ ലിക്വിഡ് ഫൗണ്ടേഷനാണ്. പക്ഷെ ഇതിൻ്റെ ഓൾറെഡി ഞാൻ ഇതിനെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഫങ്ഷന് വേണ്ടി വാങ്ങിയതാണ്. ഫങ്ഷന് ഇട്ടിട്ട് പോയിട്ട് ഒട്ടും അത് മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുന്നില്ല. ഇടുമ്പം നന്നായിട്ട് കവറേജ് തരുന്നുണ്ട്. ഫേസിൽ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് ഒട്ടും കവറേജ് തരുന്നില്ല. ഉച്ചയായപ്പോൾ തന്നെ ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിൻ്റെ എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതെനിക്ക് അത്രയും ഓക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല. ചിലപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ആണോ എന്നും എനിക്കറിയില്ല. ഓരോ സ്കിൻ ടൈപ്പിനും വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ഇതെനിക്ക് അത്രയും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല ഞാൻ 2024 പർച്ചേസ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. നെക്സ്റ്റ് ഈ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇത് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ്, കുഴപ്പമില്ല. നമ്മുടെ മേക്കപ്പിനെ ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കൺസീലറാണ്. ഡാർക്ക് സ്പോട്ടിനെയൊക്കെ നന്നായിട്ട് ഹൈഡ് ചെയ്യുന്ന ഒരു കൺസീലറാണ്. എപ്പോഴും നമ്മുടെ സ്കിൻ ടോണിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള കൺസീലർ വേണം ചൂസ് ചെയ്യാനായിട്ട്. ഇത് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഡാസ്ലറിൻ്റെ പ്രൈമറാണ്. അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിന് മുൻപ് ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു 2024 തന്നെ ഇൻസൈറ്റിൻ്റെ പോർ മിനിമൈസിങ് പ്രൈമറായിരുന്നു. ഓൾറെഡി ഞാൻ എൻ്റെ റിവ്യൂവും ചെയ്തിട്ടുണ്ടായിരുന്നു.
നല്ലൊരു പ്രൈമറാണ്. നമ്മുടെ ഫേസിൽ ഇങ്ങനെ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ബ്ലർ ചെയ്തിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലുക്ക് നമുക്ക് ഫേസിൽ കിട്ടുന്നുണ്ടായിരുന്നു. ഇതും അത്യാവശ്യം നന്നായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈമറാണിത്. ഓക്കെ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൂടിയാണ്. ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഈ ഒരു സെറം കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ടിനെയൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ്സും ഒക്കെ തരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമാണ്. സെറം കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഇത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇത് റീസെൻ്റ് ആയിട്ട് കുറച്ച് നാളായതുള്ളൂ ഞാൻ വാങ്ങിയിട്ട്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ, അതായത് റെഗുലർ ബേസിലൊക്കെ നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർ അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ ഇടയ്ക്ക് പുറത്ത് പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. നമ്മുടെ ഫേസിലുള്ള പാടുകളൊക്കെ കുറഞ്ഞിട്ട് ഫേസ് ഒരു ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റ്നസ് ഒക്കെ വരുന്ന നല്ലൊരു പ്രൊഡക്റ്റ് കൂടിയാണ്. ഓൾറെഡി ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ 2024 പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റും അതിൻ്റെ റിവ്യൂകളും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.